നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, ഇന്ദുമതി നിന്നെ വേറിട്ട് കാണുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട. സുരേന്ദ്രനും ഞാനും ഒക്കെ എപ്പോഴും നിന്റെ കാര്യത്തില് ശ്രദ്ധ കാണിക്കുന്നവരായിരിക്കും. പിന്നെ ആ മാല, അത് നിനക്ക് വിധിച്ചതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും. നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത് കട്ടവൻ കൊണ്ടുപോകും. രണ്ടായാലും എനിക്ക് ഒരുപോലെ തന്നെയാ. പല വിധത്തിലുള്ള പ്രയാസങ്ങള് നീ അനുഭവിക്കുന്നുണ്ട്. അത് മുത്തശ്ശിക്കറിയാം. അതിന്റെ കൂടെയാ ഇന്ദുമതി മനഃപൂർവ്വം വരുത്തി വെക്കുന്ന പ്രയാസം. ഈ പ്രയാസങ്ങള് എല്ലാം മാറി വരുന്ന ഒരു ദിവസം വരും. നല്ലതെന്തോ ദേവി നിനക്ക് വേണ്ടി കരുതുന്നുണ്ടാവും. അതുകൊണ്ടാ ഇങ്ങനെ ഒരു ദുർവിധി നിനക്കിങ്ങനെ വരുന്നത്. എല്ലാം മാറും. അമ്മയുടെ കണ്ണുകളെ കുറിച്ചാണോ നീ ചോദിക്കുന്നേ? ഒരു കണ്ണ് മുകളിലേക്കും മറ്റേ കണ്ണ് താഴേക്കും. അതിന്റെ കാരണമാണല്ലേ ചോദിച്ചത്? അതിപ്പോ പറഞ്ഞു തരാൻ എനിക്കറിയില്ല കുട്ടി. നാളെ ആവട്ടെ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. മോള് കിടന്നോട്ടോ. सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तु ते. सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके. വിദ്യാമ്മേ, മൂകാംബികാമ്മയുടെ തിരുനടയിലാണ് സഹവാസം. എന്നിട്ടും അമ്മയൊരു നോക്ക് കണ്ടിട്ടുമില്ല, കാണാൻ ശ്രമിച്ചിട്ടുമില്ല. വിദ്യാമ്മേ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ സങ്കടങ്ങൾക്ക് അമ്മ പരിഹാരം തരട്ടെ. അന്ന് ഞാൻ അമ്മയുടെ മുന്നിലെത്തി സമസ്താപരാധം പറഞ്ഞു വണങ്ങും. നിന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം അമ്മ കാണും. അപ്പോൾ മാത്രം നീ അമ്മയുടെ തിരുനട ചവിട്ടിയാ മതി. വാ, ഇരിക്ക്. ഇപ്പൊ ദേവുട്ടിക്ക് അമ്മയുടെ കണ്ണുകളെ കുറിച്ച് അറിയണം അല്ലേ? അമ്മയുടെ കണ്ണുകളെ കുറിച്ച് മാത്രം അറിഞ്ഞാ മതിയോ? പോരാ വിദ്യാമ്മേ, അത് മാത്രം പോരാ. എനിക്ക് അമ്മയെക്കുറിച്ച് എല്ലാം അറിയണം. അമ്മയുടെ എല്ലാ കാര്യങ്ങളും അറിയണം. പറയാം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ദേവീഭാവത്തിന്റെ 3 ഭിന്ന ഭാവങ്ങൾ, 3 ചൈതന്യങ്ങൾ. ഈ 3 ചൈതന്യങ്ങളും ഏകമായി സമന്വയിക്കപ്പെടുന്നതാണ് മൂകാംബികാമ്മയുടെ സങ്കല്പം, സ്വരൂപം. എങ്ങനെയാ വിദ്യാമ്മേ ഈ സങ്കല്പം ഉണ്ടായി വന്നത്? അത് സ്വയംഭൂവായ സങ്കല്പമാണോ? ആ സങ്കല്പം അനാദിയായ സങ്കല്പമാണ്. എങ്കിലും അത് ഭൂമിയിൽ ദർശിക്കപ്പെട്ടിരുന്നില്ല. ആദ്യമായിട്ടത് ദർശിക്കുന്നത് ശങ്കരാചാര്യസ്വാമികളാണ്. ആചാര്യസ്വാമികളുടെ ജ്ഞാനദൃഷ്ടിയിൽ ദേവി സ്വയം തന്നെ വെളിപ്പെടുകയായിരുന്നു. മന്ത്രദൃഷ്ടാക്കളും ദർശന പടുക്കളുമായ പ്രാചീന ഋഷിവര്യന്മാരെ പോലെ ശങ്കരാചാര്യരും തന്റെ സങ്കല്പത്തിൽ തെളിഞ്ഞു വന്ന ദേവിയെ ബിംബത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. ഇതുവരെ ആ ദേവി വിഗ്രഹം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടി അമ്മയുടെ വിഗ്രഹ സ്വരൂപത്തെ പറ്റി ഒന്ന് പറയാമോ?
പറയാം.